അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് ചുരം കയറുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്തു. അല്ലാത്തൊരു കൊക്കയില്ലേ, മൊബൈൽ അങ്ങ് താഴെ പോയാൽ പിന്നെ രക്ഷയില്ല കേട്ടോ, കിട്ടൂല. അതുകൊണ്ട് ചെറുതായിട്ട് കയറി പോകണത് എടുത്തു. അത് കഴിഞ്ഞത് ഞങ്ങൾ വയനാട് എത്തിക്കഴിഞ്ഞു. അവിടെ നമ്മൾ റൂമിലോട്ട് പോണതാണ്. ഇത് നമ്മൾ എൻ്റെ അയൽവാസിയാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഒരു 40 വർഷത്തെ ബന്ധമെങ്കിലും നമ്മൾ ആയിട്ടുണ്ട്. ഇന്ന് വരെയും ആ ബന്ധത്തിന് ഒരു വന്നിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലൊക്കെ പോയി കുളിച്ച് റെഡിയായി വന്നതാ കാപ്പി കുടിക്കുന്നതാണ്. കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ആദ്യം പോണത് ഇടയ്ക്കൽ ഗുഹയിലോട്ടാണ് കേട്ടോ. ഇടയ്ക്കൽ ഗുഹ കാണാൻ പോവുകയാണ്. ഇങ്ങനെ ധവള മോളാണ് കേട്ടോ, ധവള മോള്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുപാട് പേരുണ്ട് കേട്ടോ. ആൾക്കാർ 10-80 പേരെന്തോ ഉണ്ടായിരുന്നു. ഒരു ടൂറിസ്റ്റ് ബസ് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇതാ കണ്ടല്ലോ, ചൈനക്കാരാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. അടിപൊളി ഭക്ഷണമായിരുന്നു. നല്ല രീതിയിൽ ആൾക്കാരോട് പെരുമാറാനും നല്ല രീതിയിൽ എല്ലാവരും കെയർ ചെയ്യാനൊക്കെ നല്ല പറ്റിയ ഇവരാണ്. ഒരു ദിവസം 3 നേരത്തെ ഭക്ഷണം നമ്മൾ ഇവിടെ നിന്നായിരുന്നു കഴിച്ചത്. ഇവിടെ ആയിരുന്നു റൂം, ഇവിടെയാണ് താമസമായിരുന്നത്. നല്ല ഹോട്ടൽ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ അവർ നമുക്ക് ഹായിയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളിതാ ഇടയ്ക്കൽ ഗുഹയിലോട്ട് പോവുകയാണ്. ഇടയ്ക്കൽ ഗുഹയെന്ന് പറഞ്ഞ് എന്താണെന്നോ ഏതെന്നോ അറിയാതെയാണ് ഇറങ്ങിയത്. സംഭവം ഈ കക്ഷി അങ്ങോട്ട് വന്നില്ല, മല കയറാൻ വയ്യ. കുറേ പേർക്ക് നേരത്തെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇത് വല്ലാത്ത ഒരു ഗുഹയാണെന്ന്. അതുകൊണ്ട് ഒട്ടുമിക്ക പേരും വന്നില്ല കേട്ടോ. ഞങ്ങളെ കൂടെ വന്നതിൽ പകുതി പേര് കയറി, പകുതി പേര് കയറില്ല. ഞങ്ങളൊക്കെ ഇതാ പോകണുണ്ട്. അങ്ങനെ ഞങ്ങൾ വല്ലതിനെ അയ്യോ വയ്യ കേട്ടോ. ഞങ്ങളെ എന്താ പറയണേ, നമ്മളെ ഈ ചക്കിലിട്ട് അരയ്ക്കും പോലെ ആയിപ്പോയി എന്ന് പറയില്ലേ, ആ നിലയിൽ. ഈ കൊച്ചെന്നെ നിർമ്മിക്കാൻ സമ്മതിക്കില്ല, അവളെന്നെ കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ വലിച്ചീത്ത് അങ്ങ് കയറ്റി. എന്ത് പറയാൻ, വളരെ സാഹസികമായി തന്നെയാണ് നമ്മൾ ഇടയ്ക്കൽ ഗുഹ കയറി പറ്റിയത്. ഇപ്പോഴേ പറ്റണില്ല, ഇനി അങ്ങോട്ടുള്ള കാര്യം പറയാനും വയ്യ. അങ്ങനെ വല്ല സാഹസികമായിരുന്നു. ഞങ്ങൾ കയറി പറ്റിയ കേട്ടോ. ഞങ്ങളോട് കൊച്ചുങ്ങളൊക്കെയാണ് അതാ ഫ്രണ്ടിലേ പോണത്. അവരും അങ്ങോട്ടും പോവാൻ വയ്യ, പോണ്ട, താഴോട്ടിറങ്ങാൻ, തിരിച്ചിറങ്ങാൻ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും പിന്നെ നമ്മൾ അങ്ങ് കുറച്ച് ദൂരം ചെന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കും. പിന്നെയും ഇങ്ങനെ നോക്കുമ്പോൾ മറ്റുള്ളവർ കയറണ കാണുമ്പോഴേ നമുക്കൊരു തോന്നും, അങ്ങനെ കയറി. വല്ലാത്തൊരു സാഹസികത തന്നെയായിരുന്നു. മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒറ്റ ആളിന് വിധമേതാ ഈ ഇതിൻ്റെ ചെറിയ ഒരു നാഴി പോലെയാണ് കേട്ടോ. അവിടെ ഒരാളിന് വിധമേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്തായാലും കയറിപ്പറ്റി തിരിച്ചിറങ്ങി രക്ഷപ്പെട്ടു. ഇങ്ങനെ മുകളിലെത്തണതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടല്ലോ, ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്താ പറയണേ, സാഹസികതയിൽ മുന്നോട്ട് നിന്നു. അങ്ങനെ എല്ലാവരും ഉയരെ കയറി, ശ്വാസവും ഇല്ല, ഒന്നുമില്ലാതെ മണിക്കൂറുകളോളം അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഇടയ്ക്കൽ ഗുഹ കയറി ഞങ്ങൾ വിശ്രമമൊക്കെ കഴിഞ്ഞ് ഉടൻ തന്നെ താഴോട്ടിറങ്ങുന്നതായിരിക്കും. നമ്മൾ വിശ്രമിക്കുകയാണ് കേട്ടോ. അവിടെ കയറിയിരുന്ന് വിശ്രമിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലും എന്തോ ഒരു കൊടിയൊക്കെ നാട്ടിയിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും കൂടെ പോകാമെന്ന് വിചാരിച്ചു. നടക്കൂല. നമ്മൾ തിരിച്ചിറങ്ങി. ആരും അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ, എല്ലാവരും തിരിച്ചിറങ്ങി. അങ്ങനെ അതേ ഞങ്ങൾ താഴോട്ടിറങ്ങാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, പല സംസ്ഥാനങ്ങൾ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ വരുന്നത് എവിടെയാണെന്ന് അറിയുമ്പോൾ പൂക്കോട് തടാകത്തിലോട്ടാണ്. പിന്നെ ഒരുപാട് സമയം നമ്മൾ ഇവിടെ തന്നെ ചിലവാക്കി. രാത്രിയാകുന്നത് വരെ പൂക്കോട് തടാകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പരിസരവും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ എടുക്കുന്നത്. നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ മഞ്ഞ് ഇങ്ങനെ കാർമേഘം ഇങ്ങനെ ഇറങ്ങി ഞങ്ങളെ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാനൊക്കെ നല്ല രസമായിരുന്നു. കണ്ടോ, മഞ്ഞിറങ്ങി വരണത് കണ്ടോ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളെ മുഖത്തും തലയിലുമൊക്കെ ഈ മഞ്ഞിറങ്ങി അങ്ങനെ മൂടി വരുന്നുണ്ട്. ഭയങ്കരമായ ഒരു രസമുള്ളൊരു കാഴ്ചയായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ കണ്ട സ്ഥലങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ആസ്വദിച്ചു. പിന്നെ ഊട്ടി യാത്രയായിരുന്നു കേട്ടോ അതിഗംഭീരം. നല്ല സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കത് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. വീഡിയോ എടുക്കാൻ പറ്റാത്തത് എൻ്റെ വീഡിയോയിൽ ഫോണിൻ്റെ ചാർജ് പോയി. അങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞില്ല. അങ്ങനെ നമ്മളെ ഊട്ടിപ്പട്ടണമായിപ്പോയി. ബാക്കി വീഡിയോകളൊക്കെ ഞാൻ ഇടുന്നതാണ്. ഈ വീഡിയോ കാണണമെങ്കിൽ ഇതിലുള്ളവർക്ക് മനസ്സിലാവും ഊട്ടിപ്പട്ടണം എന്തുകൊണ്ട് ഊട്ടിപ്പട്ടണമായി എന്നുള്ള കാര്യം. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ എൻജോയ് ചെയ്തു കഴിഞ്ഞു. പിന്നെ തടാകത്തിൽ നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങിയതാ കണ്ടല്ലോ, മഞ്ഞ് കൊണ്ട് ഞങ്ങൾ മൂടി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് നമ്മളെ വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്.